വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 2023 ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇതിനു മുന്നേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2023 കറണ്ട് അഫയേഴ്സിന്റെ 2 ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിലോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ അതാത് വീഡിയോസിന് ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ, സജഷൻസ്, കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പണായി തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2023 അതിന്റെ പാർട്ട് 3 ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ 18ാമത് നാഷണൽ ജംബോരി 2023 ജനുവരിയിൽ നടന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ പാലിയിലാണ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ 18ാമത് നാഷണൽ ജംബോരി 2023 നടന്നത്. രാജസ്ഥാനിലെ പാലിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രൊജക്ട് കമ്മീഷൻ ചെയ്തത് എവിടെ? സൂറത്തിലെ കവാസിലാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രൊജക്ട് കമ്മീഷൻ ചെയ്തത്. എവിടെയാണ്? സൂറത്തിലെ കവാസിലാണ്. അടുത്ത ചോദ്യം, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച സിയോം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിൽ. അപ്പോൾ അരുണാചൽ പ്രദേശില് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച സിയോം ബ്രിഡ്ജ് എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റുകളിലൊന്നായ ബിക്കാനീർ സോളാർ പവർ പ്രോജക്റ്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു തറക്കല്ലിട്ടത് എവിടെയാണ്? രാജസ്ഥാൻ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റിലൊന്നായ ബിക്കാനീർ സോളാർ പവർ പ്രോജക്റ്റ്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, എവിടെയാണ്? രാജസ്ഥാനിലാണ്. അടുത്ത ചോദ്യം, ഏത് പ്രദേശത്തിന്റെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് നിത്യാനന്ദ റായ് കമ്മിറ്റി? അപ്പം നിത്യാനന്ദ റായ് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഡാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലഡാക്കിലെ ഭാഷയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് എന്ത്? നിത്യാനന്ദ റായ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ഗോവ സംസ്ഥാനത്തിന്റെ എതിർപ്പ് അവഗണിച്ച് മഹാദായി നദിയിലെ കലാസ ബന്ദൂരി നാല പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കർണാടക. എന്താണ് ചോദ്യം? ഗോവ സംസ്ഥാനത്തിന്റെ എതിർപ്പ് അവഗണിച്ച് മഹാദായി നദിയിലെ കലാസ ബന്ദൂരി നാല പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കർണാടകം. അടുത്ത ചോദ്യം, പ്രസാർ ഭാരതിയുടെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനും മെച്ചപ്പെടുത്തുവാനും 2023 ജനുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ 2500 കോടി രൂപയുടെ പദ്ധതിയാണ് എന്ത്? ബിൻഡ് പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. BIND ബിൻഡ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസാർ ഭാരതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ബിൻഡ്? ദ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് എന്നാണ് ബിൻഡിന്റെ ഫുൾ ഫോം. ബിൻഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസാർ ഭാരതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമായിട്ട് 2023 കേന്ദ്ര ക്യാബിനറ്റ് 2500 കോടി നൽകിയ ഒരു പദ്ധതിയാണ് എന്ത്? ബിൻഡ് പദ്ധതി. പ്രസാർ ഭാരതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 ജനുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എത്ര തുക അടങ്കലുള്ള പദ്ധതിയാണ്? അതായത് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എത്ര തുകയുള്ള പദ്ധതിയാണെന്ന്? 19,744 കോടി രൂപ. എത്രയാണ്? 19,744 കോടി രൂപ. അടുത്ത ചോദ്യം, 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത നദിയിലൂടെ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആഡംബര കപ്പൽ അഥവാ റിവർ ക്രൂയിസ് ഏതാണ്? ഗംഗാവിലാസ്. പരീക്ഷയ്ക്ക് ചോദിച്ചല്ലേ, ഗംഗാവിലാസ് റിവർ ക്രൂയിസ്. എന്താണ് പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആഡംബര കപ്പലാണ് അല്ലെ. ഏതൊക്കെ രാജ്യങ്ങളിലെ നദികളിലൂടെയാണ് ഗംഗാവിലാസ് പ്രയാണം നടത്തുന്നത്? ഉത്തരം ഇന്ത്യയും ബംഗ്ലാദേശും. ഇപ്പൊ ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ നദിയിലൂടെയാണ് ഗംഗാവിലാസ് പ്രയാണം നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആഡംബര കപ്പലാണ് ഏത്? ഗംഗാവിലാസ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രകടനം മെച്ചപ്പെടുത്തുവാനായി 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ABP പദ്ധതി. അതായത് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം അഥവാ ABP പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രകടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ത്? ABP പദ്ധതി, ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം പദ്ധതി.
ഗ്രാമപ്രദേശങ്ങളിലെ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി അനുവദിക്കുന്ന മുഖ്യമന്ത്രി ആവാസീയ ഭൂ അധികാർ യോജന. മുഖ്യമന്ത്രി ആവാസീയ ഭൂ അധികാർ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ സൗജന്യമായി ഭൂമി അനുവദിക്കുന്ന മുഖ്യമന്ത്രി ആവാസീയ ഭൂ അധികാർ യോജന ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശാണ് ഉത്തരം. കേന്ദ്ര വ്യവസായ വികസന മന്ത്രാലയം സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്ക്. എന്താണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്കായി ആചരിച്ച കാലയളവാണ് ജനുവരി 10 മുതൽ 16 വരെ. ജനുവരി 10 മുതൽ 16 വരെ കേന്ദ്ര വ്യവസായ വികസന മന്ത്രാലയം സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്കായി ആചരിച്ചു. അടുത്ത ചോദ്യം, യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലെ ഭക്ഷണം നൽകിയതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ. എന്താണ് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് വാരാണസി കന്റോൺമെന്റ് സ്റ്റേഷൻ. എന്താണ് വാരാണസി കന്റോൺമെന്റ് സ്റ്റേഷന്റെ പ്രത്യേകത? അതായത് യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലെ ഭക്ഷണം നൽകിയതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് വാരാണസി കന്റോൺമെന്റ് സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹോക്കിക്ക് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ബിർസ മുണ്ട സ്റ്റേഡിയം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം അല്ലേ? ഒഡീഷയിലെ റൂർക്കേലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഉള്ളത്. എന്താണ് പേര്? ബിർസ മുണ്ട സ്റ്റേഡിയം. അടുത്ത ചോദ്യം, 16-ാം വയസ്സിൽ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ഇന്ത്യക്കാരൻ. 16-ാം വയസ്സിൽ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ഇന്ത്യക്കാരനാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ആരാണ്? പ്രണേഷ് എം അല്ലെ? പ്രണേഷ് എം ആണ് 16-ാം വയസ്സിൽ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച താരം. 2023 ജനുവരിയിൽ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സർവേ, അതായത് ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ. ഇത് ഒത്തിരി വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 2023 ജനുവരിയിൽ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സർവേ, ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ. 2023 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥി ആരായിരുന്നു? അബ്ദൽ ഫത്താഹ് അൽ സിസി ആണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദൽ ഫത്താഹ് അൽ സിസി ആണ് 2023 74-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 2023 രാജാ റാം മോഹൻ റോയ് ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ABK പ്രസാദ് ആണ്. അദ്ദേഹം പത്രപ്രവർത്തകനാണ്. അതായത് 2023 രാജാ റാം മോഹൻ റോയ് ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ABK പ്രസാദ് ആണ്, പത്രപ്രവർത്തകനാണ്. അടുത്ത ചോദ്യം, 122 അടി ഉയരമുള്ള പോളോ കളിക്കാരന്റെ പ്രതിമയുള്ള മാർജിംഗ് പോളോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് മണിപ്പൂരിലാണ്. 122 അടി ഉയരമുള്ള പോളോ കളിക്കാരന്റെ പ്രതിമയുള്ള മാർജിംഗ് പോളോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് മണിപ്പൂരിലാണ്. ഇത് അടുത്തിടയ്ക്കും ചോദിച്ചിരുന്നു. മലിനജലം ശുദ്ധമാക്കുന്നതിന് ഉപകരിക്കുന്ന മൈക്രോപോറസ് അയോണിക് ഓർഗാനിക് ഫ്രെയിംവർക്ക്. എന്താണ്? മലിനജലം ശുദ്ധമാക്കാൻ ഉപകരിക്കുന്ന മൈക്രോപോറസ് അയോണിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന സ്പോഞ്ച് പോലത്തെ വസ്തു വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തിലെ ഗവേഷകരാണ്? IISER പൂനെ. എന്താണ് IISER? എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയും. പൂനെയാണ് ആസ്ഥാനം. എന്താണ് ആ ഗവേഷകർ കണ്ടെത്തിയത്? മലിനജലം ശുദ്ധമാക്കാൻ ഉപകരിക്കുന്ന മൈക്രോപോറസ് അയോണിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന ഒരു സ്പോഞ്ച് പോലത്തെ വസ്തു വികസിപ്പിച്ചു. ആര് വികസിപ്പിച്ചു? നമ്മുടെ പൂനെയിലെ IISER അല്ലെ? അവിടുത്തെ ഗവേഷകരാണ് വികസിപ്പിച്ചത്. എന്താണ് IISER? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആളില്ലാത്ത ആയുധവാഹക ബോട്ട് വികസിപ്പിച്ചത് ഏത് സ്വകാര്യ കമ്പനിയുമായാണ് നാവികസേന ധാരണയിലെത്തിയത്? ലസാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ധാരണയിലെത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി ആളില്ലാത്ത ആയുധവാഹക ബോട്ട് വികസിപ്പിച്ചെടുത്തത് നമ്മുടെ നാവികസേന. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പട്ടം പറത്തൽ മഹോത്സവം 2023 ജനുവരി 7 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അന്താരാഷ്ട്ര പട്ടം പറത്തൽ മഹോത്സവം. ഉത്തരം അഹമ്മദാബാദിലാണ്. ചേരികൾ ഇല്ലാതാക്കാനുള്ള
ജാഗ മിഷനിലൂടെ UN ഹാബിറ്റാറ്റിന്റെ 2023 അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. ചേരികൾ ഇല്ലാതാക്കാനുള്ള ജാഗ മിഷനിലൂടെ UN ഹാബിറ്റാറ്റിന്റെ 2023 അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. 2023 ജനുവരിയിൽ നടന്ന 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയ നഗരമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ. 17ാമത് അല്ലെങ്കിൽ 2023 എന്താണ് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ, അതായത് ജനുവരി 9 ആരാണ് എവിടെയാണ് വേദിയായത്? മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒറ്റ യൂണിറ്റ് വനിതാ സമാധാന പാലസേനയെ UN ദൗത്യത്തിനായി നിയോഗിച്ചത് ഏത് പ്രദേശത്താണ്? സുഡാൻ അതിർത്തിയിലെ അബയിലാണ്. സുഡാൻ അതിർത്തിയിലെ അബയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒറ്റ യൂണിറ്റ് വനിതാ സമാധാന പാല ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒറ്റ യൂണിറ്റ് വനിതാ സമാധാന പാലന സേനയെ UN ദൗത്യത്തിനായി നിയോഗിച്ചത് സുഡാൻ അതിർത്തിയിലെ അബയിലാണ്. 2023 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ അഥവാ ഫെബ്രുവരി 28 പ്രമേയം എന്താണ്? ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നാണ് 2023 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. എല്ലാ വർഷവും ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ഏത് സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ്? ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നു? എന്തിന്റെ കാര്യത്തിലാ? 1949 ജനുവരി 10 UN ജനറൽ അസംബ്ലിയിൽ ആദ്യമായി ഹിന്ദി സംസാരിച്ചതിന്റെ സ്മരണാർത്ഥമാണ്. 1949 ജനുവരി 10 UN ജനറൽ അസംബ്ലിയിൽ ഹിന്ദി സംസാരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ജനുവരി 10 എല്ലാ വർഷവും ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. 2022 ഏറ്റവും അധികം തുകയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് നടന്ന ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. 2022 ഏറ്റവും അധികം തുകയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് നടന്ന ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് 30% പ്രത്യേക സംവരണം സർക്കാർ സർവീസിൽ വ്യവസ്ഥ ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു. എന്താണ് ചോദ്യം? സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് 30% പ്രത്യേക സംവരണം സർക്കാർ സർവീസിൽ വ്യവസ്ഥ ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, 2022 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപം എത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2022 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപം എത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാമ്പ് സ്കീം RAMP റാമ്പ് സ്കീം ഏത് മേഖലകളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്? ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ. എന്താണ് ഉത്തരം? സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ. അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് റാമ്പ് സ്കീം? റാമ്പ് പദ്ധതി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്ത്? റാമ്പ് സ്കീം RAMP. കൊൽക്കത്തയിലെ നാഷണൽ സെന്റർ ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ക്വാളിറ്റിയെ ഏത് നേതാവിന്റെ പേരിൽ നാമകരണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ. ഇനി മുതൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ എന്തറിയപ്പെടും? കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി ആരുടെ പേരിൽ അറിയപ്പെടും? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ അറിയപ്പെടും. 2023 ദേശീയ യുവജന ദിനം ജനുവരി 12. സന്ദേശം എന്തായിരുന്നു? വികസിത് യുവ വികസിത് ഭാരത്. വികസിത് യുവ വികസിത് ഭാരത് എന്നായിരുന്നു 2023 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് 2023 ജനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമം 1972 പട്ടിക 3 ഉൾപ്പെടുത്തിയ ചെടിയാണ് നീലക്കുറിഞ്ഞി. 2023 ജനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അഥവാ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ അതായത് പട്ടിക 3 ഉൾപ്പെടുത്തിയ ചെടിയാണ് നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ആദ്യത്തെ 5G എനേബിൾഡ് ഡ്രോണിന് നൽകിയിട്ടുള്ള പേരാണ് സ്കൈ ഹോക്ക്. എന്താണ് സ്കൈ ഹോക്ക്? ഇന്ത്യയിലെ ആദ്യ 5G എനേബിൾഡ് ഡ്രോണിന് നൽകിയ പേരാണ് സ്കൈ ഹോക്ക്. പ്രത്യേക വിദ്യാഭ്യാസ പരിപാടിയായ സഹർഷ് ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. സഹർഷ് എന്ന പേരിൽ വിദ്യാഭ്യാസ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഇനി നമുക്ക് ഈ കോളത്തിൽ കിടക്കുന്ന ജനസംഖ്യയിൽ ഇന്ത്യയിൽ ഒന്നാമത് എന്നതൊന്ന് വായിച്ചു പോവാം. ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തി. 142.57 കോടിയാണ് ചൈനയുടെ ജനസംഖ്യ. ഇന്ത്യയുടേതോ 142.86 കോടിയും. ചൈനയുടേതിനേക്കാൾ 29 ലക്ഷം കൂടുതൽ. 15-നും 24-നും ഇടയിലുള്ള ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യവും ഇന്ത്യയാണെന്ന് UNFPA റിപ്പോർട്ടിൽ പറയുന്നു. അതായത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടിൽ പറയുന്നു 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ രാഷ്ട്രം ഏതാണ്? ഇന്ത്യയാണെന്ന് പറയുന്നു. ഈ
കോളത്തിൽ കിടക്കുന്നതോടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാഷ്ട്രീയ പാർട്ടികൾ 6 എണ്ണം. രാജ്യത്ത് ദേശീയ പാർട്ടികളുടെ എണ്ണം 6 ആയി. അപ്പൊ നിലവിൽ ദേശീയ പാർട്ടികൾ എത്രയുണ്ട്? 6 എണ്ണമാണ്. CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. ഏതൊക്കെയാണ്? CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. ഇവരുടെ ദേശീയ പാർട്ടി പദവി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ആരുടെയൊക്കെയാണ് നഷ്ടപ്പെട്ടത്? CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. പുതുതായിട്ട് ആർക്കാണ് ദേശീയ പാർട്ടി പദവി കിട്ടിയത്? ആം ആദ്മി പാർട്ടി പുതുതായി പട്ടികയിൽ ഇടം നേടി. പാർട്ടി ഏതാണ്? ആം ആദ്മി പാർട്ടി. അപ്പൊ ഇനി ഏതൊക്കെയാണ് നമ്മുടെ ഈ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ 6 ദേശീയ പാർട്ടികൾ നോക്കാം. BJP, കോൺഗ്രസ്, CPM, BSP, NPP, ഇവരോടൊപ്പം തന്നെ നമ്മുടെ ആം ആദ്മി പാർട്ടിയും കൂടെ അല്ലെ. അങ്ങനെ 6 ദേശീയ പാർട്ടികളുണ്ട്. എന്നിവയാണ് നിലവിലെ ദേശീയ പാർട്ടി പട്ടികയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇനി കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും 6% വോട്ടും ലോക്സഭയിൽ 4 അംഗങ്ങളും, അതായത് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും അവർക്ക് 6% വോട്ട് കിട്ടണം. ഒപ്പം ലോക്സഭയിലെ 4 അംഗങ്ങളും വേണം. ഇത് ഒരു നിബന്ധന. അടുത്തത്, അല്ലെങ്കിൽ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ 2% പ്രാതിനിധ്യം അഥവാ 11 സീറ്റ്. ഇത് രണ്ടാമത്തെ മാനദണ്ഡം. ഇനി 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി എന്നിവയാണ് ദേശീയ പാർട്ടിയായി തുടരുവാനുള്ള പ്രധാന നിബന്ധനകൾ. ഒന്നുകൂടെ പറയാം. 4 സംസ്ഥാനങ്ങളിൽ എന്ത് വേണം? സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി കിട്ടും. ഒപ്പം 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ 2% പ്രാതിനിധ്യം ഉണ്ടാവണം. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് 2% പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. അതായത് 11 സീറ്റ് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലും 6% വോട്ട് കിട്ടണം. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 6% വോട്ടും ലോക്സഭയിലേക്ക് 4 അംഗങ്ങളും ഉണ്ടെങ്കിലും അവർക്കും എന്ത് കൊടുക്കും? ദേശീയ പാർട്ടി പദവി കൊടുക്കും. ഒന്നുകൂടെ പറയാം. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും 6% വോട്ടും ലോക്സഭയിൽ 4 അംഗങ്ങളും. അടുത്ത പോയിന്റ്, കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ 2% പ്രാതിനിധ്യം, അതായത് 11 സീറ്റ്. അടുത്തത്, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി. ഇങ്ങനെ 3 നിബന്ധനകളാണുള്ളത് ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി കൊടുക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട ആണ് CPIക്കും NCPക്കും തൃണമൂൽ കോൺഗ്രസിനും. അങ്ങനെ ആ നിബന്ധന പാലിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുകയുണ്ടായി. അടുത്ത ചോദ്യം, ആംഡ് ഫോഴ്സ് വെറ്ററൻസ് ഡേ ആയി ഇന്ത്യയിൽ ആചരിച്ച ദിവസമാണ് ജനുവരി 14. അതായത് ആംഡ് ഫോഴ്സ് വെറ്ററൻസ് ഡേ ആയി ഇന്ത്യയിൽ ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 14. ഓൺലൈൻ ഗെയിമിംഗിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ എക്സലൻസ് ആരംഭിക്കുന്നത് ഷില്ലോങ്ങിലാണ്. ഓൺലൈൻ ഗെയിമിംഗിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ എക്സലൻസ് ആരംഭിക്കുന്നത് ഷില്ലോങ്ങിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 16. ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 16. രാജ്യത്ത് ആദ്യമായി അന്ധതാ നിവാരണ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. രാജ്യത്ത് ആദ്യമായി അന്ധതാ നിവാരണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായത് പങ്കജ് കുമാർ സിംഗ് ആണ്. പങ്കജ് കുമാർ സിംഗ് എന്തായിട്ടാണ് നിയമിതനായത്? നമ്മുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടാണ് നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലമാണ്. ഇന്ത്യയിൽ എവിടെയാണ് ലോക സാമ്പത്തിക ഫോറം സെന്റർ ഫോർ ദ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്ഥാപിക്കുന്നത്? തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ എന്താണ് വരാൻ പോകുന്നത്? ലോക സാമ്പത്തിക ഫോറം എന്ത് സ്ഥാപിക്കുന്നു? സെന്റർ ഫോർ ദ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്ഥാപിക്കുന്നു തെലങ്കാനയിലെ ഹൈദരാബാദിൽ. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട തിങ്ക് 20 ഫോറം നടന്നത് ഭോപ്പാലിലാണ്. G20 ഉച്ചകോടിയുടെ അനുബന്ധമായിട്ടുള്ള തിങ്ക് 20 ഫോറം നടന്നത് ഭോപ്പാലിലാണ്. നമ്മൾ കഴിഞ്ഞ ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 ക്ലാസ് എടുത്തപ്പോൾ അതിനകത്ത് G20 ബന്ധപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, 4-5 വേദികൾ. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ഭോപ്പാൽ ഉത്തരം വരുന്ന കാര്യങ്ങളോട് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയും ഈജിപ്തുമായി നടക്കുന്ന ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസം. ഇന്ത്യയും ഈജിപ്തുമായാണ്. എന്താണ്? സൈക്ലോൺ 1. എന്താണ്? ഇന്ത്യയും ഈജിപ്തുമായി നടന്ന ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസമാണ് എന്ത്? സൈക്ലോൺ 1. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താനായി കേന്ദ്ര സർക്കാർ തുടക്കമിട്ട സംരംഭമാണെന്ത്? പരാഖ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. പരാഖ്, PARAKH.
എന്താണ് പരാഖിന്റെ ഫുൾ ഫോം എന്താണ്? പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നാണ് പരാഖ്. പരാഖ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താനായിട്ട് കേന്ദ്ര സർക്കാർ തുടക്കമിട്ട ഒരു സംരംഭമാണ് എന്ത്? പരാഖ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത് ഭോപ്പാലിലാണ്. അതും ഭോപ്പാലിലാണ്. എന്ത്? 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത് ഭോപ്പാലിലാണ്. അടുത്തത് IIT മദ്രാസ് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാർ OS. അതായത് ഭാർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനെ ഭാരോസ് എന്ന് പറയും. ആരാണ് വികസിപ്പിച്ചത്? IIT മദ്രാസ് ആണ്. എന്താണത്? തദ്ദേശീയ ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരോസ്. ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്ത കാൽവാരി ക്ലാസ് സബ്മറൈൻ ഏതാണ്? ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്ത കാൽവാരി ക്ലാസ് സബ്മറൈൻ ആണെന്ത്? INS വാഗീർ. എന്താണ് INS വാഗീർ? ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്ത കാൽവാരി ക്ലാസ് സബ്മറൈൻ ആണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ നിരീക്ഷണം കൂടുതൽ തീവ്രമാക്കാനായി BSF നടത്തിയ ഓപ്പറേഷനാണ് OPS അലേർട്ട്. OPS അലേർട്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ആരാണ് നടത്തിയത്? BSF ആണ് നടത്തിയത്. എന്താണ് ഓപ്പറേഷന്റെ പേര്? OPS അലേർട്ട്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി അതായത് ക്രാഫ്റ്റ് സമ്മിറ്റ് 2023 ജനുവരിയിൽ നടന്നത് ഒഡീഷയിലെ ജജ്പൂരിലാണ്. എന്ത്? ക്രാഫ്റ്റ് സമ്മിറ്റ് അഥവാ കരകൗശല ഉച്ചകോടി, അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി 2023 നടന്നത് ഒഡീഷയിലെ ജജ്പൂരിലാണ്. അടുത്ത ചോദ്യം, കീടനാശിനിയും വളവും വിളകൾക്ക് സ്പ്രേ ചെയ്യാനായി കർഷകർക്ക് ഡ്രോണുകൾ വാടകയ്ക്ക് നൽകിയത് ഏത് സംസ്ഥാന സർക്കാരാണ്? രാജസ്ഥാൻ. കർഷകർക്ക് ഡ്രോണുകൾ വാടകയ്ക്ക് നൽകി. എന്തിനാണ്? കീടനാശിനിയും വളവും വിളകൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഡ്രോണുകൾ കൊടുത്തു അല്ലേ? ഏത് സംസ്ഥാനക്കാരാണ് കൊടുത്തത്? രാജസ്ഥാനാണ് കൊടുത്തത്. അടുത്ത ചോദ്യം, 2023 ദേശീയ സമ്മതിദായക ദിനം അഥവാ വോട്ടേഴ്സ് ഡേ ജനുവരി 25 സന്ദേശം എന്തായിരുന്നു? വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അതായത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. എന്തിന്റെ പ്രമേയമാണ്? 2023 ദേശീയ സമ്മതിദായക ദിനം അഥവാ വോട്ടേഴ്സ് ഡേ ജനുവരി 25 പ്രമേയമായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി 2023 ജനുവരിയിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ നടത്തിയ അഭ്യാസ പ്രകടനമാണ് ആംഫെക്സ് 2023. ആംഫെക്സ് 2023 ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായിട്ട് 2023 ജനുവരിയിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ നടത്തിയ ഒരു സൈനികാഭ്യാസമായിരുന്നത് ആംഫെക്സ് 2023. അടുത്തത് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. നമുക്കൊന്ന് വായിച്ചു പോകാം. സെൻട്രൽ വിസ്റ്റ റീഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഭാഗമായുള്ള പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തു. എന്നാ ഉദ്ഘാടനം ചെയ്തത്? 2023 മെയ് 28. ടാറ്റ പ്രൊജക്ട്സ് ആണ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ആർക്കാണ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ? ടാറ്റ കൺസൾട്ടൻസി, ടാറ്റ പ്രൊജക്ട്സ് ആണ്. എത്ര കോടി രൂപയാണ് നിർമ്മാണ ചെലവ്? 862 കോടി രൂപ. 862 രൂപയാണ് നിർമ്മാണ ചെലവ്. ഇനി അതിന്റെ വിസ്തീർണമൊക്കെ നോക്കാം. 64,500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ത്രികോണാകൃതിയിലാണ് പുതിയ മന്ദിരം. അപ്പൊ എന്താണ് ആകൃതി? ത്രികോണാകൃതിയാണ്. ഇതുവരെ പറഞ്ഞൊന്നുകൂടെ പറയാം. 2023 മെയ് 28 നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ആർക്കാണ് നിർമ്മാണ ചുമതല? ടാറ്റ പ്രൊജക്ട്സിനാണ്. ഒപ്പം തന്നെ 862 കോടിയാണ് നിർമ്മാണ ചെലവ്. 64,500 ഇതിന്റെ വിസ്തൃതി. എന്താണ് ആകൃതി? ത്രികോണ ആകൃതിയാണ്. ഇനി ലോക്സഭാ ഹാളിൽ 888 സീറ്റുകൾ. പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ? ലോക്സഭ, ലോകത്തിലെ ആളുകൾ കൂടുതൽ അല്ലേ? അപ്പൊ അങ്ങനെ ചിന്തിക്കുക. ലോകത്തെ ആളുകൾ കൂടുതലായിട്ട് 888 പിന്നെ 384 ഉണ്ട് രാജ്യസഭയിൽ. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു പോകാൻ നമുക്ക് ലോക്സഭയില് 888 സീറ്റുകളും രാജ്യസഭാ ഹാളിൽ 384 സീറ്റുകളുമാണുള്ളത്. രാജ്യസഭയില് 384, ലോക്സഭയിൽ അവിടെ ആളുകൾ കൂടുതലുള്ളത് ലോക്സഭ 888 സീറ്റുകൾ. ഇനി സെപ്റ്റംബർ 19 പുതിയ മന്ദിരത്തിൽ ആദ്യമായി സഭ സമ്മേളിച്ചത്. എന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സഭ ആദ്യമായി സമ്മേളിച്ചത്? സെപ്റ്റംബർ 19. എന്തിനു വേണ്ടിയായിരുന്നു? വനിതാ സംവരണ ബില്ലാണ് അഥവാ നാരീ ശക്തി വന്ദന അധിനിയം ബില്ലാണ് ആദ്യമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചത്. നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ 1/3 സീറ്റിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതാണ് ബിൽ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ ആണ്
ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ സെപ്റ്റംബർ 19 മന്ദിരത്തിൽ ആദ്യമായി സഭ സമ്മേളിച്ചത്. വനിതാ സംവരണ ബില്ല് അഥവാ നാരീശക്തി വന്ദൻ അധിനിയമാണ്. ആ ബില്ലാണ് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ആരാണ് അവതരിപ്പിച്ചത്? അർജുൻ റാം മെഘ്വാളാണ് അവതരിപ്പിച്ചത്. പാർലമെന്റിലെ ഇരു സഭകളും പാസാക്കിയ ബില്ല് സെപ്റ്റംബർ 28 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ നിയമമായി. അപ്പോൾ 2023 സെപ്റ്റംബർ 28 എന്ത്? നാരീശക്തി വന്ദന അധിനിയം അഥവാ വനിതാ സംവരണ ബില്ല് നിലവിൽ വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2023 നടന്നത്? 74ാമത്തെ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സോവറൈൻ ബോണ്ടുകളാണ് സോവറൈൻ ഗ്രീൻ ബോണ്ട്സ് എന്നറിയപ്പെടും. സോവറൈൻ ഗ്രീൻ ബോണ്ട്സ് എന്നറിയപ്പെടും. 2023 ദേശീയ ടൂറിസം ദിനാഘോഷങ്ങൾക്ക്, അതായത് ജനുവരി 25 ഓർത്തിരിക്കുക, സംവിധാന ദിനം, ഒപ്പം തന്നെ ദേശീയ ടൂറിസം ദിനാഘോഷങ്ങൾ ജനുവരി 25. ഗ്രാമമാണ് പൊച്ചമ്പള്ളി. 2023 ദേശീയ ടൂറിസം ദിനാഘോഷങ്ങൾക്ക്, അതായത് ജനുവരി 15, വേദിയായ തെലങ്കാനയിലെ ഗ്രാമമാണ് പൊച്ചമ്പള്ളി. ഗർഭാശയ ക്യാൻസർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗർഭാശയ ക്യാൻസറിനെതിരെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ വാക്സിനാണ് സർവാവാക്. എന്താണ് സർവാവാക്? ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ട വാക്സിനാണ് എന്ത്? സർവാവാക്. ഒത്തിരി വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലേ. 2023 നാഷണൽ ചൈൽഡ് സയൻസ് കോൺഗ്രസ് നടന്നത് അഹമ്മദാബാദിലാണ്. 2023 നാഷണൽ ചൈൽഡ് സയൻസ് കോൺഗ്രസ് നടന്നത് അഹമ്മദാബാദിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി എന്താണ് ECE 22.06 സ്റ്റാൻഡേർഡ് നേടിയ ഹെൽമെറ്റ് ആണ് ഇഗ്നൈറ്റ് IGN7. ഇഗ്നൈറ്റ് IGN7 എന്താണെന്ന് വേണേൽ ചോദിക്കാം. എന്തോ സാധനം? ഹെൽമെറ്റ് ആണ് അല്ലേ. ഒരു ഹെൽമെറ്റ് ആണെന്ത് ഇഗ്നൈറ്റ് IGN7 എന്ന് പറയുന്നത്. 2023 ജനുവരിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ റിപ്പോർട്ട് പുറത്തിറക്കിയ ഫിനാൻഷ്യൽ റിസർച്ച് കമ്പനിയാണ് ഹിൻഡൻബർഗ്. നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്നല്ലേ ഹിൻഡൻബർഗ്. എന്താണ് അത്? ഒരു ഫിനാൻഷ്യൽ റിസർച്ച് കമ്പനിയാണ് അല്ലെ. ആർക്കെതിരെയാണ് റിപ്പോർട്ട് ഇറക്കിയത്? അദാനി ഗ്രൂപ്പിനെതിരെയാണ്. അടുത്തത്, 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഭാരത് ബയോടെക് കമ്പനി, ഏതാണ്? ഭാരത് ബയോടെക് കമ്പനി പുറത്തിറക്കിയ മൂക്കിലൂടെ നൽകാവുന്ന COVID-19 വാക്സിനേഷൻ ഏതാണ്? അതായത് ഭാരത് ബയോടെക് കമ്പനി പുറത്തിറക്കിയ മൂക്കിലൂടെ നൽകാവുന്ന COVID-19 വാക്സിൻ ഏതാണ്? ഇൻകോവാക്. എന്താണ്? ഇൻകോവാക്. ഉള്ളിലോട്ട് കൊടുക്കുന്നു അല്ലെ. ഇൻകോവാക്. എന്താണ്? ഇൻകോവാക്. എന്താ? മൂക്കിലൂടെ നൽകുന്ന COVID-19 വാക്സിൻ. ഇതും ചോദിച്ചിരുന്നു ഒരുപാട് പരീക്ഷകൾക്ക്. ഇന്ത്യയുടെ 74ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് ഏത് വിദേശ രാജ്യ സൈനികരാണ്? ഈജിപ്ത്. നമ്മൾ പറഞ്ഞിരുന്നു ഈജിപ്തിലെ സൈനികരാണ് 74ാമത്തെ 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. അടുത്ത ചോദ്യം, ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ. എന്താണ്? ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷന്റെ പഠന വിഷയം OBC വിഭാഗങ്ങളുടെ ഉപവിഭാഗങ്ങളെ കണ്ടെത്തൽ. OBC വിഭാഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഉപവിഭാഗങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ. OBC വിഭാഗങ്ങളുടെ ഉപവിഭാഗങ്ങളെ കണ്ടെത്തുന്ന കമ്മീഷനാണ് എന്ത്? ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ. 2023 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി 30. സന്ദേശം എന്തായിരുന്നു? കുഷ്ഠരോഗത്തെ ചരിത്രമാക്കാം, കുഷ്ഠരോഗത്തിനെതിരെ പോരാടാം. അപ്പോൾ ജനുവരി 30 2023 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം അല്ലെ. ജനുവരി 30 എല്ലാ വർഷവും ആഘോഷിക്കുന്നു. എന്താണ് അതിന്റെ സന്ദേശം? കുഷ്ഠരോഗത്തെ ചരിത്രമാക്കാം, കുഷ്ഠരോഗത്തിനെതിരെ പോരാടാം. അരുണാചൽ പ്രദേശിൽ നിന്നും പുതുതായി കണ്ടെത്തിയ നോബിൾ ഹെലൻ ഏതിനം ജീവിയാണ്? ചിത്രശലഭമാണ്. അപ്പൊ നോബിൾ ഹെലൻ എന്ന എന്തിന്റെ ഇനമാണെന്ന് ചോദിക്കും. ഒരു ചിത്രശലഭമാണ്. എവിടുന്ന കണ്ടെത്തിയെന്ന് ചോദിച്ചാലോ അരുണാചൽ പ്രദേശിൽ നിന്നാണ് അല്ലെ. സാധാരണഗതി പശ്ചിമഘട്ട മേഖലയിൽ നിന്നൊക്കെ കണ്ടെത്തുന്നത്. ഇത് എന്താ? അരുണാചൽ പ്രദേശ്. വെറൈറ്റി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹെലൻ അല്ലെ. നോബിൾ ഹെലൻ എന്നത് ഒരു ചിത്രശലഭമാണ്. എവിടുന്ന കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശിൽ നിന്നാണ്. 2023 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട യായാസോ തടാകം എവിടെയാണ്? ലഡാക്കിലാണ്. യായാസോ തടാകം ലഡാക്കിലാണ്. 2023 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. യായാസോ തടാകം ലഡാക്ക്. 2023 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ത്രീകളുടെ സന്നദ്ധ സംഘടന. ഈ 50ാം വാർഷികം ഇതും ചോദിച്ചു. സേവ. എന്താണ് സേവ? SCWA ആണ് അല്ലെ. SCWA സേവ. സെൽഫ് എംപ്ലോയിഡ് വുമൻ അസോസിയേഷൻ. സേവ 2023 50ാം വാർഷികം ആഘോഷിച്ചു.
അടുത്തിടയ്ക്ക് ഇത് പരീക്ഷയ്ക്ക് ഒത്തിരി ചോദിച്ചിരുന്നു അല്ലെ. ആരാണ് ഇത് സ്ഥാപിച്ചത്? ഇലാ ഭട്ടാണ് സ്ഥാപിച്ചത് അല്ലെ. ഇലാ ഭട്ട് 1972 ഇലാ ഭട്ട് സ്ഥാപിച്ച ഒരു സംഘടനയാണ് എന്ത്? സേവ, SEWA, സെൽഫ് എംപ്ലോയിഡ് വുമൻ അസോസിയേഷൻ. ഇതിന് 2023 50ാം വാർഷികം ആഘോഷിച്ചു. അടുത്ത ചോദ്യം, മുതിർന്ന പൗരന്മാർക്ക് പുണ്യ സ്ഥലങ്ങൾ സൗജന്യമായി സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന മുഖ്യമന്ത്രി തീർത്ഥദർശൻ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്താണ്? മുതിർന്ന പൗരന്മാർക്കാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, മുതിർന്ന പൗരന്മാർക്ക് പുണ്യസ്ഥലങ്ങൾ സൗജന്യമായി സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന മുഖ്യമന്ത്രി, അവർക്കൊക്കെ തീർത്ഥാടനം നടത്തണം അല്ലെ. മുഖ്യമന്ത്രി തീർത്ഥദർശൻ യോജന ഏത് സംസ്ഥാനക്കാർ ആരംഭിച്ചത്? മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, 5 മുതൽ 12 വയസ്സ് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത്? പുതുമൈ പെൺ പദ്ധതി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പുതുമൈ പെൺ പദ്ധതി ഏത് സർക്കാർ ആരംഭിച്ചു? തമിഴ്നാട് സർക്കാർ. 5 മുതൽ 12 വയസ്സ് വരെ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എന്ത്? സ്കോളർഷിപ്പ് കൊടുക്കും അല്ലെ തമിഴ്നാട് സർക്കാർ. എന്താ പദ്ധതിയുടെ പേര്? പുതുമൈ പെൺ പദ്ധതി. ഭൂകമ്പ ബാധിതമായ തുർക്കി, സിറിയ എന്നിവിടങ്ങളിലെ ജനങ്ങളെ സഹായിക്കാനായി ഇന്ത്യ 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത് ഏതൊക്കെ രാജ്യങ്ങൾ? തുർക്കി, സിറിയ. ഇവിടെ ഭൂകമ്പം ഉണ്ടായി അല്ലെ. അപ്പൊ ഭൂകമ്പബാധിത പ്രദേശമായ തുർക്കി, സിറിയ എന്നിവിടങ്ങളിൽ ജനങ്ങളെ സഹായിക്കാനായിട്ട് ഇന്ത്യ 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ദൗത്യമാണെന്ത്? ഓപ്പറേഷൻ ദോസ്ത്. 2023 ഫെബ്രുവരിയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLVD-2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. SSLVD-2 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങൾ. ഈ ഉപഗ്രഹങ്ങൾ 3 പഠിച്ചിരിക്കണം മുൻപൊരു പരീക്ഷയ്ക്ക്. ഈ SSLVD-2 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം വന്നിരുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ്. EOS 07, ആസാദി സാറ്റ് 2, ജാനസ് 1. ഏതൊക്കെയാണ്? EOS 07, ആസാദി സാറ്റ് 2. ഇതിൽ ആസാദി സാറ്റ് ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആസാദി സാറ്റ് 2, ജാനസ് 1. ഇത് 3 എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നും 2023 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLVD-2 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളാണ് EOS 07, ആസാദി സാറ്റ് 2, ഒപ്പം ജാനസ് 1. ഏതിനം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് EOS 07? എന്താണ് EOS 07? ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 750 വിദ്യാർത്ഥിനികൾ ഏത് ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിലാണ് പങ്കാളിയായത്? എന്താണ് ഏത് ഉപഗ്രഹമാണ്? ആസാദി സാറ്റ് 2. ഇതും അതിൻ്റെ കൂടെ വിട്ടിരുന്നല്ലേ, ആസാദി സാറ്റ് 2. അടുത്തത്, ആസാദി സാറ്റ് 2 വികസിപ്പിച്ച സ്ഥാപനമാണ് സ്പേസ് കിഡ്സ് ഇന്ത്യ. സ്പേസ് കിഡ്സ് ഇന്ത്യ. ഈ സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കുട്ടികളാണ് ഇത് വികസിപ്പിച്ചത്. അത് പരീക്ഷയ്ക്ക് ഒത്തിരി വട്ടം ചോദിച്ചിരുന്നു. ആസാദി സാറ്റ് 2. മറ്റേ EOS 07 എന്താണ്? അതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇനി 2023 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 2023 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഇതെല്ലാം ഒരുവിധം വായിക്കുന്ന എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. 2023 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. അടുത്തത്, 3ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ്. 3ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ 2021 ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ നൽകിയ കണക്ക് പ്രകാരം രാജ്യത്തെ വിവിധ കോടതികളിലായി തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്ന ആകെ എത്ര കേസുകളുണ്ടെന്ന്? 4.32 കോടി. 4.32 കോടി കേസുകൾ എന്ത് ചെയ്യുന്നു? വിവിധ കോടതികളിലായിട്ട് തീർപ്പാകാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണമാണ്. ഇന്ത്യക്കാരനായ ഏത് വിശ്രുത യുനാനി പണ്ഡിതന്റെ ജന്മദിനമായ ഫെബ്രുവരി 12 ലോക യുനാനി ദിനമായി ആചരിക്കുന്നത്? ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ എന്താണ്? ഒരു ഇന്ത്യക്കാരൻ, ഒരു വിശ്രുത യുനാനി പണ്ഡിതനാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 12. അത് ലോക യുനാനി ദിനമായി ആചരിക്കുന്നു. ഹക്കീം അജ്മൽ ഖാൻ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഇന്ത്യക്കാരനാണ്. അടുത്തത്, ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്റ്റാമ്പ് എക്സിബിഷന് നൽകിയിരുന്ന പേര് അമൃത് പെക്സ് 2023. അമൃത് പെക്സ് 2023 എന്താണ്? ദേശീയ സ്റ്റാമ്പ് എക്സിബിഷൻ ആണ് അല്ലെ. ഡൽഹിയിലാണ് നടന്നത് ദേശീയ സ്റ്റാമ്പ് എക്സിബിഷൻ. അതിന് നൽകിയ പേരെന്താണ്? അമൃത് പെക്സ് 2023. അടുത്തത്, ഇലക്ട്രിക് കാറോട്ട മത്സരമായ ഫോർമുല ഇ ചാമ്പ്യൻഷിപ്പ് 2023 നടന്നത് ഹൈദരാബാദിലാണ്.
ഇലക്ട്രിക് കാർ ഓട്ട മത്സരമാണെന്ത് ഫോർമുല ഇ ഇലക്ട്രിക് ഫോർമുല ഇ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്തത് കൂടുതൽ ചീത്തകളെ ഇന്ത്യയിലേക്ക് എത്തിക്കാനായി 2023 ജനുവരിയിൽ ഇന്ത്യ ധാരണാപത്രം ഒപ്പുവെച്ചത് ഏത് ആഫ്രിക്കൻ രാജ്യമായാണ്? ദക്ഷിണാഫ്രിക്ക. രണ്ടാമത് ഇന്ത്യൻ നെല്ല് കോൺഗ്രസ്, ഇന്ത്യൻ റൈസ് കോൺഗ്രസ് 2023 നടന്നത് കട്ടക്കിലാണ് അല്ലെ, ഒഡീഷയിലെ കട്ടക്കിലാണ്. രണ്ടാമത് ഇന്ത്യൻ നെല്ല് കോൺഗ്രസ് അഥവാ ഇന്ത്യൻ റൈസ് കോൺഗ്രസ് 2023 നടന്നത് കട്ടക്കില്. 2023 ഫെബ്രുവരിയിൽ ആന്ധ്രാപ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് അബ്ദുൽ നസീർ. ഇവിടുത്തെ ആന്ധ്രാപ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ട മുൻ സുപ്രീം കോടതി ജഡ്ജി. 2023 ഫെബ്രുവരിയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ ഉച്ചകോടി നടന്ന ഇന്ത്യൻ നഗരമാണ് ലക്നൗ. ലക്നൌവിലാണ് എന്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഉച്ചകോടി നടന്നത് അല്ലെ, ലക്നൌവിൽ. സാമ്പത്തിക സാക്ഷരതാ വാരമായി ഇന്ത്യയിൽ ആചരിച്ച കാലയളവാണ് ഫെബ്രുവരി 13 മുതൽ 17 വരെ. ഫെബ്രുവരി 13 മുതൽ 17 വരെ എന്താണ്? സാമ്പത്തിക സാക്ഷരതാ വാരമായി ഇന്ത്യയിൽ ആചരിച്ച കാലയളവാണ് അല്ലെ, ഫെബ്രുവരി 13 മുതൽ 17 വരെ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ് തിപ്രമോത്ത പാർട്ടി? പേരിൽ തന്നെയുണ്ട് തിപ്രമോർത്ത പാർട്ടി. എവിടെയാണ്? ത്രിപുരയിലാണ്. ത്രിപുരയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ത്? തിപ്രമോർത്ത പാർട്ടി. അടുത്തത് ചെന്നൈയിൽ ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് എന്നിവ ചേർന്ന് നടത്തിയ സംയുക്ത അഭ്യാസമാണ് തർക്കാഷ. എന്താണ് തർക്കാഷ? എന്താണ്? ചെന്നൈയിലാണ് നടന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് എന്നിവ ചേർന്ന് നടത്തിയ ഒരു അഭ്യാസമായിരുന്നു എന്ത്? തർക്കാഷ. അടുത്ത ചോദ്യം, കേന്ദ്ര ജൽശക്തി മന്ത്രാലയം, ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ യജ്ഞമാണ് ജൽ ജൻ അഭിയാൻ. ജൽ ജൻ അഭിയാൻ സംഘടിപ്പിക്കുന്ന ആരൊക്കെയാണ്? കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ഒപ്പം ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ. ജൽ ജൻ അഭിയാൻ. ഹിമാചൽ പ്രദേശ് ലഡാക്ക് അതിർത്തിയിൽ നിർമ്മാണത്തിലുള്ള ടണലാണ് ഷിങ്കുല ടണൽ. ഈ പിക്ചറിലുണ്ടല്ലേ ഷിങ്കുല ടണൽ. എവിടെയൊക്കെയാണ്? ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിലും അതിർത്തി അവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു ടണലാണ് എന്ത്? ഷിങ്കുല ടണൽ അല്ലെ. ഹിമാചൽ പ്രദേശ് ലഡാക്ക് അതിർത്തിയിലാണുള്ളത്. വടക്കൻ അതിർത്തി കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വൈബ്രന്റ് വില്ലേജസ്. വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഒപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ആരുടെയാണ്? ഗ്രാമീണ മേഖലയുടെ വികസനം. എന്താണ് പദ്ധതിയുടെ പേര്? വൈബ്രന്റ് വില്ലേജസ്. ഒന്നുകൂടെ പറയാം, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വൈബ്രന്റ് വില്ലേജസ്. ഇത് 2 പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അടുത്തിടെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് പൂനെയിലാണ്. എവിടെയാണ്? പൂനെയിലാണ്. അടുത്ത ചോദ്യം, മിലിറ്ററി യൂണിറ്റ്, സായുധ സേനകൾ, സംസ്ഥാന പോലീസ് സേന എന്നിവയ്ക്ക് സമ്മാനിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പ്രസിഡന്റ് കളർ 2023 നേടിയ ഏത് പോലീസ് സേനയാണ്? ഹരിയാന പോലീസ് സേന. അപ്പൊ ഹരിയാന പോലീസ് സേനയ്ക്കാണ് എന്ത്? മിലിറ്ററി യൂണിറ്റ്, സായുധ സേനകൾ, സംസ്ഥാന പോലീസ് സേന എന്നിവയ്ക്ക് സമ്മാനിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പ്രസിഡന്റ്സ് കളർ 2023 അവാർഡ് നേടിയത് ഹരിയാന പോലീസാണ്. മോശം കാലാവസ്ഥയിൽ ഫൈറ്റർ വിമാനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാതിരിക്കാനായി ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത സാങ്കേതമാണെന്ത്? വായുലിങ്ക്. എന്താണ്? വായുലിങ്ക്. ഒന്നുകൂടെ പറയാം, മോശം കാലാവസ്ഥയിൽ ഫൈറ്റർ വിമാനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാതിരിക്കാനായി ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത സങ്കേതമേത്? ഉത്തരം വായുലിങ്ക്. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യ ജപ്പാൻ സായുധ സേനകൾ ജപ്പാനിൽ നടത്തിയ അഭ്യാസ പ്രകടനമാണ് ധർമ്മ ഗാർഡിയൻ. ജപ്പാനിലാണ് നടന്നത്. ആരൊക്കെയാണ്? ഇന്ത്യയും ജപ്പാനും. അടുത്ത ചോദ്യം, ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ, എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും നടത്തിയ സംയുക്ത അഭ്യാസം ഏതാണ്? ദസ്തലിംഗ് 23. എന്താണ്? ദസ്തലിംഗ്. ദോസ്തല്ല, ദസ്തലിംഗ് 23. എന്താണ്? ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഒരു സൈനികാഭ്യാസമായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി 2023 കേന്ദ്ര സർക്കാർ നിയമിച്ച ദക്ഷിണേന്ത്യൻ നടിയാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നടി ആരാണ്? ഖുഷ്ബു ആണ് അല്ലെ. ഇപ്പൊ ഖുഷ്ബു എന്താണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗമാണ് അല്ലെ ഖുഷ്ബു. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ പുതിയ സിഇഒ BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആരാണ്?
BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഇതിപ്പോ കറക്റ്റ് ഇത് കാണാപ്പാടം തന്നെ പഠിക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഓപ്ഷനിൽ BVR സുബ്രഹ്മണ്യം കാണത്തുള്ളൂ. ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് എന്താ BVRന് പകരം വേണമെങ്കിൽ MGR വേണമെങ്കിൽ അവർ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ BVR സുബ്രഹ്മണ്യം തന്നെ പഠിച്ചിരിക്കണം. CEO ആരാണ് നീതി ആയോഗിന്റെ? BVR സുബ്രഹ്മണ്യം. ഒപ്പം വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. വൈസ് ചെയർമാൻ സുമൻ ബെറി. CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഗുജറാത്തിലെ ധോലേരയിലാണ്. ഗുജറാത്തിലെ ധോലേരയിലാണ് എന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. 3 മുതൽ 8 വയസ്സ് വരെയുള്ള അടിസ്ഥാന പഠന വർഷങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പഠന പാഠ്യ സാമഗ്രി ഏത്? എന്താണ്? ജാദുയി പിത്താര. എന്താണ് ജാദുയി പിത്താര? 3 മുതൽ 8 വയസ്സ് വരെയുള്ള അടിസ്ഥാന പഠന വർഷങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പഠന പാഠ്യ സാമഗ്രിയാണെന്ത്? ജാദുയി പിത്താര എന്ന് പറയുന്നത്. അടുത്തത്, പ്രഥമ G20 കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ്. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഇതുപോലെ ഒരു മീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇത് അടുത്തതാണ്. പ്രഥമ G20 കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് നടന്നത് ഖജുരാഹോയിലാണ്. എന്ത്? നമ്മുടെ G20 കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റ് നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ മാരത്തൺ നടത്തിയത് എവിടെ? ലഡാക്കിലെ പാങ്കോങ് സോ തടാകത്തിലാണ്. അപ്പൊ പാങ്കോങ് സോ തടാകം ലഡാക്കിലാണെന്ന് ഓർക്കുക. അവിടെയാണെന്ത്? ഇന്ത്യയിൽ ആദ്യമായി തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ മാരത്തോൺ നടത്തിയത് പാങ്കോങ് സോ തടാകം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇന്ത്യയിൽ ആദ്യമായി തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ മാരത്തോൺ നടത്തിയ പാങ്കോസോങ് തടാകം എവിടെയാണെന്ന് ചോദിക്കുക. എവിടെയാണ്? ജമ്മു കാശ്മീർ ലഡാക്കിലാണ് അല്ലെ? ലഡാക്കില്. അടുത്തത് ഒരു PQ ക്വസ്റ്റ്യൻ ആണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്ന ഉയർന്ന ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ഏതിനം ഗോതമ്പാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് വികസിപ്പിച്ചെടുത്തത്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം HD 3385. HD 3385 എന്താണ്? ഒരു ഗോതമ്പിനമാണ്. എന്താണ് പ്രത്യേകത? കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്ന ഉയർന്ന ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു ഗോതമ്പിനമാണ്. ആരാണ് വികസിപ്പിച്ചത്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അടുത്തത് ഈ കോളത്തിലൂടെയുള്ള നോക്കാം. സ്ത്രീ പുരുഷ അനുപാതം നില മെച്ചപ്പെടുത്തി ഇന്ത്യ. രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെട്ടെന്ന് വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ 2022 റിപ്പോർട്ട്. കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ജനന നിരക്കിലെ ലിംഗാനുപാതം 2017-19 904 ആയിരുന്നത് 2018-20 എത്രയായി? 907 ഉയർന്നു. അതുപോലെ 2036 ആകുമ്പോഴേക്കും ലിംഗാനുപാതം 952 മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വളരെ പിന്നിലാണെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. 2017-18 മുതൽ 15 വയസ്സിന് മുകളിലുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചെങ്കിലും 2017-18 മുതൽ 15 വയസ്സിന് മുകളിലുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചുവെങ്കിലും 2021-22 പുരുഷന്മാരിൽ ഇത് 77.2 ആയിരിക്കുമ്പോൾ സ്ത്രീകളിൽ ഇത് 32.8% മാത്രമാണ് അല്ലേ? എന്നാൽ വേൾഡ് ഇക്കണോമിക് ഫോറം 2023 പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യ 127ാമതാണ്. 2023. 2024 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഈ ഇതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം 129 അല്ലെ? ലിംഗസമത്വ സൂചിക. അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ജെൻഡർ ഇൻഡെക്സ് എന്ന് പറയും. ഗ്ലോബൽ ജെൻഡർ റിപ്പോർട്ട് എന്നൊക്കെ പറയും. അതിൽ ഇന്ത്യയുടെ സ്ഥാനം, അതായത് ലിംഗസമത്വ സൂചികയിൽ എത്രയാണ്? 129 2024. ഇവിടെ 127. നമ്മൾ 2023 കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഇപ്പോഴത്തെ PSC ഒരു വർഷം മുന്നേ ഉള്ള റാങ്കിങ് ഒന്നും അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണം പഠിച്ചു പോകാനായിട്ട്. 2023 ലിംഗസമത്വ സൂചികയിൽ 127ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇപ്പം തന്നെ തുടർച്ചയായി 14ാം വർഷവും ഐസ്ലൻഡ് ആണ് പട്ടികയിൽ ഒന്നാമത്. ഇപ്പോഴും ഐസ്ലൻഡ് തന്നെയാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 2024 ഇന്ത്യയുടെ സ്ഥാനം 129. അപ്പൊ നമ്മൾ ഈ ഒരു കോളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെട്ട് എന്ന് 2022 റിപ്പോർട്ട് പറയുന്നു. ഒപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്?
904 2017-19 904 ആയിരുന്നത് 2018-20 907 മാറി എന്ന് പറഞ്ഞു. 2036 ആകുമ്പോഴേക്ക് 952 മെച്ചപ്പെടുമെന്ന് പറയുന്നു. എന്താണ് സ്ത്രീ പുരുഷ അനുപാതം? ഇനി ഒപ്പം തന്നെ എന്നാൽ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വളരെ പിന്നിലാണെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. 2017-18 മുതൽ 15 വയസ്സിന് മുകളിലുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചു. 17-18 മുതൽ 15 വയസ്സിന് മുകളിലുള്ളവർ. എന്നാൽ 2021-22 പുരുഷന്മാരിൽ ഇത് 77.2% സ്ത്രീകളിൽ ഇത് 32.8% മാത്രമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക്. അടുത്തത്, എന്നാൽ വേൾഡ് എക്കണോമിക് ഫോറം ഇൻഡെക്സിൽ 2023 നമ്മൾ പറഞ്ഞല്ലേ ഇന്ത്യയുടെ സ്ഥാനം 2024 129, 23 127, പിന്നെ ഒന്നാം സ്ഥാനം ഐസ്ലൻഡാണ്. അടുത്ത ചോദ്യം, ലോകബാങ്കിന്റെ പുതിയ സിഇഒ ആയി 2023 ഫെബ്രുവരിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അജയ് ബംഗ വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ്. അടുത്തത്, ഓടകളിലെ മാൻഹോളുകൾ വൃത്തിയാക്കാനായി റോബോട്ടിനെ നിയമിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓടകളിലെ മാൻഹോളുകൾ അല്ലെ വൃത്തിയാക്കാനായിട്ട് റോബോട്ടിനെ നിയമിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. 2023 മാർച്ചിൽ ആഗോള ചെറുധാന്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. 2023 മാർച്ചിൽ ആഗോള ചെറുധാന്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്കാണ് ശ്രീ അന്ന. ശ്രീ അന്ന എന്താണ്? ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കുന്ന പുതിയ ഒരു വേർഡാണ്. അടുത്തത്, 2023 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശിവമോഗ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ശിവമോഗ വിമാനത്താവളം കർണാടകയിലാണ്. അടുത്തത്, 2023 ദേശീയ സുരക്ഷാ ദിനം, നാഷണൽ സേഫ്റ്റി ഡേ, അതായത് മാർച്ച് 4, വളരെ ഇമ്പോർട്ടന്റ്, മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനം അല്ലെങ്കിൽ നാഷണൽ സേഫ്റ്റി ഡേ. അതിന്റെ ദേശീയ സുരക്ഷാ ദിനത്തിന്റെ എന്തായിരുന്നു? അവർ എയിം സീറോ ഹാം. അവർ എയിം സീറോ ഹാം. സീറോ ഹാം ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അവർ എയിം എന്താണ്? സീറോ ഹാം അല്ലെ? എന്താണ്? മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനത്തിന്റെ ഒരു തീമായിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലെ സായുധ സേനകൾ 2023 മാർച്ചിൽ നടത്തിയ സംയുക്ത അഭ്യാസ പ്രകടനമായിരുന്നു? ഫ്രിഞ്ചെക്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഫ്രിഞ്ച്, FRINJEX, ഫ്രിഞ്ചെക്സ് 23. ഇന്ത്യയും ഫ്രാൻസും. ഫ്രിഞ്ചെക്സ് 2023, അതായത് ഫ്രിഞ്ചെക്സ് 23 നടന്നത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടന്റ്, തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ് ഇന്ത്യയും ഫ്രാൻസുമായി നടന്ന ഫ്രിഞ്ചെക്സ് എന്ന അഭ്യാസം നടന്നത്. എല്ലാ ഇന്ത്യക്കാരെയും ഡിജിറ്റൽ പണമിടപാട് നടത്തുന്നവരായി മാറ്റാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് ഹർ പേയ്മെന്റ് ഡിജിറ്റൽ. എന്താണ് ഹർ പേയ്മെന്റ് ഡിജിറ്റൽ? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരെയും എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ പണമിടപാട് നടത്തുന്നവരായി മാറ്റാനായിട്ടാണ് ലക്ഷ്യമിടുന്നത്. ഹർ പേയ്മെന്റ് ഡിജിറ്റൽ എന്താണ്? റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5ാമത് ആസിയാൻ ഇന്ത്യ ബിസിനസ് ഉച്ചകോടി 2023 മാർച്ചിൽ നടന്നത് കോലാലംപൂരിലാണ്. 5ാമത് ആസിയ ഇന്ത്യ ബിസിനസ് ഉച്ചകോടി 2023 നടന്നത് കോലാലംപൂരിലാണ്. അടുത്ത ചോദ്യം, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഫാർമസി എഡ്യൂക്കേഷൻ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഫാർമസി എഡ്യൂക്കേഷൻ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 6 ഇപ്പൊ ഇതൊക്കെ വെറൈറ്റി ആണ്. ഇതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മാർച്ച് 6 എന്താണ്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തില് നാഷണൽ ഫാർമസി എഡ്യൂക്കേഷൻ ദിനമായിട്ട് ആചരിക്കുന്നു. മാർച്ച് 6. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത കീലടി മ്യൂസിയം. എന്താണ് കീലടി മ്യൂസിയം? അതിന്റെ പ്രതിപാദ്യം എന്ത്? സംഘകാലഘട്ടത്തിലെ തമിഴ് ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംഘകാലഘട്ടത്തിലെ തമിഴ് ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കീലടി മ്യൂസിയം എവിടെയാണ്? തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ്. അടുത്തത്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2023 പുറത്തിറക്കിയ IS 181/49 2023 ഗേറ്റ് ലൈൻ ഏതിനം ചരക്കുകളുടെ കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപകടകരമായ വസ്തുക്കളുടെ അഥവാ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ്. എന്താണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2023 പുറത്തിറക്കിയ IS 181/49 2023 ഗേറ്റ് ലൈൻ ഏതിനം ചരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപകടകരമായ വസ്തുക്കളുടെ കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IS 18149 2023 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2023
കൊണ്ടുവന്ന ഒരു കാര്യം എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപകടകരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ച് വിക്ഷേപിക്കാനുള്ള ISRO, നാസ എന്നിവയുടെ സംയുക്ത പ്രൊജക്റ്റാണ് നിസാർ. എന്താണ് നിസാർ? NISAR. ആരൊക്കെയാണ്? ISROയും നാസോയും കൂടി. അതാണ് നിസാർ. എന്താണ്? അത്യാധുനിക സൗകര്യങ്ങളുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ച് വിക്ഷേപിക്കാനുള്ള ISROയുടെ നാസയുടെ ഒരു സംയുക്ത പ്രൊജക്റ്റാണ് എന്ത്? നിസാർ. 2023 ഓസ്കാർ പുരസ്കാരങ്ങളിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമാ ഗാനമാണ് നാട്ടു നാട്ടു. ചിത്രം RRR. ചിത്രം RRRലെ നാട്ടു നാട്ടു എന്ന ഗാനം 2023 ഓസ്കാർ പുരസ്കാരങ്ങളിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരമാണ് നാട്ടു നാട്ടു, RRR. ഇന്ത്യ സിംഗപ്പൂർ സേനകൾ 2023 മാർച്ചിൽ നടത്തിയ സംയുക്ത അഭ്യാസമാണെന്ത്? ബോൾഡ് കുരുക്ഷേത്ര. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. അങ്ങനെ സാധാരണ ഇത് ചോദിക്കാത്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഒരു എക്സസൈസ് മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ബോൾഡ് കുരുക്ഷേത്ര എന്നാണ്? ഇന്ത്യയും സിംഗപ്പൂരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ 5ാമത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള മെട്രോപൊളിറ്റൻ നഗരമാണ് ഡൽഹി. 2ാമത് ലാഹോർ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള മൂന്ന് പ്രദേശങ്ങളുണ്ട്, നഗരമുണ്ട്. ആദ്യ 10ൽ തന്നെ കൊൽക്കത്ത, മുംബൈ, ഡൽഹി. അതിൽ ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്തുള്ള ആരാണ്? ഡൽഹിയാണ്. എന്ത്? അതായത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഇത്, ഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വായുമലിനീകരണം കൂടിയ പട്ടണം ഏതാണ്? രാജസ്ഥാനിലെ ദിവാടി. രാജസ്ഥാനിലെ ദിവാടിയാണ് എന്ത്? ഇന്ത്യയിലെ ഏറ്റവും വായുമലിനീകരണം കൂടിയ പട്ടണം. രാജസ്ഥാനിലെ ദിവാടി. ഏറ്റവും കുറവ് വികസനമുള്ള ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് 2023 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ നീക്കിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ അവർ മെച്ചപ്പെട്ടല്ലേ? ഏറ്റവും കുറവ് വികസനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് 2023 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ നീക്കിയ അയൽരാജ്യം ഏതാണ്? ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഭൂട്ടാൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ധനകാര്യ വാരികയായ സെൻട്രൽ ബാങ്കിങ്ങിന്റെ 2023 ഗവർണർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്, നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസിനാണ് എന്ത് അവാർഡ് കിട്ടിയത്? 2023 ഗവർണർ ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത്. അടുത്ത് നമുക്ക് ഈ ചിത്രത്തിൽ കിടക്കുന്ന ഈ ഒരു അംബേദ്കർ പ്രതിമയെ പറ്റി ഒന്ന് വായിക്കാം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ 132ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല പ്രതിമ ഹൈദരാബാദിൽ ഇവിടെ തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു അനാവരണം ചെയ്തു. അപ്പൊ എവിടെയാണ് ഈ പ്രതിമയുള്ളത്? ഹൈദരാബാദിലാണ് അല്ലേ? എന്താണ് പ്രത്യേകത? 125 അടി ഉയരമുണ്ട്, 360 ടൺ ഉരുക്കും 114 ടൺ വെങ്കലവും ഉപയോഗിച്ചിട്ടാണ് പ്രതിമ നിർമ്മിച്ചത്. 146.5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. തെലങ്കാന സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് ഹുസൈൻ സാഗർ തടാകത്തിനരികിലാണ് പ്രതിമ. ഈ പ്രതിമ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഇടം നേടി. ഒപ്പം ഹൈറേഞ്ച് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമയായി അംഗീകരിച്ചത്. 98കാരനായ നമ്മുടെ റാം വാഞ്ചി സുധർ ആണ് ശില്പി. നമ്മുടെ റാം വാഞ്ചി സുധർ ആണ് ഇതിന്റെയും ശില്പി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ രൂപകൽപ്പന ചെയ്തതും നമ്മുടെ ഈ റാംവി സുധർ ആണ്. അദ്ദേഹം തന്നെയാണ് ഈ അംബേദ്കർ പ്രതിമയും രൂപകൽപ്പന ചെയ്തത്. എവിടെയാണ്? ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിനടുത്താണ്. ഒപ്പം തന്നെ എന്താണ് നമ്മുടെ എന്താ പറയാ തെലങ്കാന സെക്രട്ടേറിയറ്റിനോട് അടുത്താണ് ചേർന്നാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമയും ഈ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ തന്നെയാണ്. എന്താണ് പ്രതിമയുടെ പേര്? സാമൂഹ്യനീതിയുടെ പ്രതിമ, അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് സ്റ്റാച്യു എന്നൊക്കെ അറിയപ്പെടും അല്ലെ? സോഷ്യൽ ജസ്റ്റിസ് സ്റ്റാച്യു അല്ലെങ്കിൽ സാമൂഹ്യനീതിയുടെ പ്രതിമ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങളുടെ നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനമാണ് അൽ മൊഹദ് അൽ ഹിന്ദി 2023? ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനമാണെന്ത്? അൽ മൊഹദ് അൽ ഹിന്ദി 23 അല്ലെ? അൽ മൊഹദ് അൽ ഹിന്ദി 23 എന്താണ്? ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനമാണ്. രാജ്യത്തെ മെഡിക്കൽ ടൂറിസം രംഗത്തിന്റെ വികസനത്തിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഹീൽ ഇൻ ഇന്ത്യ. എന്താണ് ഹീൽ ഇൻ ഇന്ത്യ? രാജ്യത്തെ മെഡിക്കൽ ടൂറിസം രംഗത്തിന്റെ വികസനത്തിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഹീൽ ഇൻ ഇന്ത്യ. ഇവിടെ തന്നെ
ഹീലിയിപ്പിക്കുക. എന്താണ്? രാജ്യത്തെ മെഡിക്കൽ ടൂറിസം രംഗം വികസിപ്പിക്കാനായിട്ട് അല്ലെ. ഹീൽ ഇൻ ഇന്ത്യ. റിപ്പബ്ലിക് ദിന പരേഡിൽ 2023 നാവികസേനാ സംഘത്തെ നയിച്ച വനിതയാണ് കമാൻഡർ ദീക്ഷ അമൃത്. കമാൻഡർ ദീക്ഷ അമൃതാണ് 2023 74ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡില് നാവികസേനാ സംഘത്തെ നയിച്ച വനിത, കമാൻഡർ ദീക്ഷ അമൃത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ രംഗത്തിന്റെ കുതിപ്പ് ലക്ഷ്യമിട്ട് 7 സംസ്ഥാനങ്ങളിലായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സംരംഭമാണ് PM മിത്ര പാർക്കുകൾ. എന്താണ് PM മിത്ര പാർക്കുകൾ? ടെക്സ്റ്റൈൽ രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അടുത്ത ചോദ്യം, വനിതകളുടെ നേതൃത്വത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകാനും വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എന്ത്? ഹെർ സ്റ്റാർട്ട്, HERSTART. എന്താണ് ഹെർ സ്റ്റാർട്ട്? എന്താണ്? വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് വനിതകളുടെ നേതൃത്വത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകാൻ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഹെർ സ്റ്റാർട്ട്. സ്റ്റാർട്ടപ്പ് 20 എൻഗേജ്മെന്റ് ഗ്രൂപ്പിന്റെ രണ്ടാമത് മീറ്റിംഗ് 2021 മാർച്ചിൽ നടന്നത് ഗാങ്ടോക്കിലാണ്. സ്റ്റാർട്ടപ്പ് 20 എൻഗേജ്മെന്റ് ഗ്രൂപ്പ് അവരുടെ രണ്ടാമത്തെ മീറ്റിംഗ് 2023 നടന്നത് ഗാങ്ടോക്കിലാണ്. അടുത്തത്, ഷങ്കായി കോർപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ രാജ്യങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ കോൺഫറൻസ് നടന്നത് 2023 എവിടെയാണ്? ഉത്തരം വാരാണസിയിലാണ്. എന്ത്? ഷങ്കായി കോർപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ രാജ്യങ്ങളുടെ ടൂറിസം മന്ത്രിമാരുടെ ഒരു കോൺഫറൻസ് 2023 നടന്നത് എവിടെയാണ്? വാരാണസിയിലാണ്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നീ വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകാനും സ്പേസ് സയൻസിൽ പ്രത്യേക താല്പര്യം വളർത്തുവാനുമായി ISROയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് യുവിക പദ്ധതി. യുവ വിജ്ഞാനി കാര്യക്രം എന്ന് പറയും. യുവ വിജ്ഞാനി കാര്യക്രം അഥവാ യുവിക പദ്ധതി വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം, അതുപോലെ സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നീ വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകാനും സ്പേസ് സയൻസിൽ പ്രത്യേക താല്പര്യം വളർത്തുവാനുമായി ISROയുടെ ഒരു പരിപാടിയാണെന്ത്? യുവിക പദ്ധതി. ഇത് യുവ വിജ്ഞാനി കാര്യക്രം എന്ന പേരിൽ അറിയപ്പെടും. അതാണ് യുവിക പദ്ധതി അല്ലെ, ISROയുടെ പദ്ധതിയാണ്. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അല്ലെ. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേലാണ്. ആരാണ്? ബിമൽ പട്ടേൽ. നമ്മൾ അതിനെപ്പറ്റി നേരത്തെ വായിച്ചിരുന്നു. ബിമൽ പട്ടേലാണിത് ത്രികോണാകൃതിയിലൊക്കെ രൂപകൽപ്പന ചെയ്തത് അല്ലെ. ORS ലായനിയുടെ പ്രയോക്താവ് എന്ന നിലയിൽ ലോക പ്രശസ്തനായ ഏത് ഭിഷഗ്വരനാണ് മരണാനന്തര ബഹുമതിയായി 2023 പത്മവിഭൂഷൺ ലഭിച്ചത്? ദിലീപ് മഹലനോബിസ്. ആരാണ്? ദിലീപ് മഹലനോബിസിന് 2023 എന്ത് കിട്ടി? പത്മവിഭൂഷൺ കിട്ടി. അദ്ദേഹം ആരാണ്? ORS ലായനിയുടെ കണ്ടുപിടിച്ചാലാണ്. ORS ലായനി അല്ലെ. അതില് ലോകപ്രശസ്തനായ എന്താണ്? വിശ്വങ്കരനാണ് അല്ലെ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് 2023 പത്മവിഭൂഷണ് കിട്ടിയത്. ആർക്കാണ്? ദിലീപ് മഹലനോബിസിന് അല്ലെ. 2023 മാർച്ചിൽ നീറ്റിലിറക്കിയ ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഏതാണ്? INS ആന്ത്രോത്ത് അല്ലെ. INS ആന്ത്രോത്ത്. മുൻപത്തെ INS വാഗീർണകം അല്ലെ. ഇത് INS ആന്ത്രോത്ത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് വൃക്ഷത്തൈകൾ നടുന്നതിന് സാമ്പത്തിക സഹായം നൽകാനുള്ള മുഖ്യമന്ത്രി വൃക്ഷ സമ്പാദ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. എന്താ ആരംഭിച്ചത്? മുഖ്യമന്ത്രി വൃക്ഷ സമ്പാദ യോജന. എന്താണ്? കേൾക്കുമ്പോഴേ അറിയാം അല്ലെ. സംസ്ഥാനത്ത് വൃക്ഷത്തൈകൾ നടുന്നതിന്. 2023 ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ 3ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ഒരു ക്ലാസ്സായി തീർച്ചയായും ഞാൻ എടുത്തുതരാം. ഒപ്പം തന്നെ ഇതേ ചാനൽ തന്നെ 2023 ഇന്ത്യയുമായി ബന്ധപ്പെട്ട മാത്രം കറണ്ട് അഫയേഴ്സിൻ്റെ 2 ക്ലാസ്സുകൾ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിനോടൊപ്പം ആ ക്ലാസ്സുകൾ കൂടി കണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയ്ക്ക് എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.